പൊന്നിൻ കണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷി തൊടാമിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ ഉലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ പട്ടുതെന്നൽ മെല്ലെ തൊട്ടുരുമ്മിപ്പോകെ മുട്ടണിഞ്ഞു നിൽക്കും മുട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളംകൈയിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ വിണ്ണിൽ പോലും മേഘത്തെല്ലാൽ പൊഴിയാതെ പൊന്നിൻ കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങണ മിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷി തൊടാമിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സുരഭി ചേച്ചി. അതെ, എന്താണ് ദിൽനയുടെ പാട്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ശബ്ദത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? ശബ്ദം ഗംഭീര ശബ്ദം അല്ലേ? അതെ, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ ദിൽനയുടെ ശബ്ദം പമ്മിയായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ പാട്ട് പാടിയപ്പോ ഒരു ഭയങ്കര ഒരു ഗാംഭീര്യമുള്ള ഒരു ശബ്ദം പോലെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടൊക്കെ പാടാൻ നല്ല അടിപൊളി സൗണ്ട് ആയിരിക്കും അല്ലെ? അതെ അതെ. ആൻഡ് ഇതേപോലെ ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കലാകാരിയെ റെഡ് കാർപ്പറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതെ, ഇവളെ ചെറുപ്പം മുതലേ ഇവളുടെ അച്ഛൻ പാട്ടുകൊണ്ടാണ് ഇവളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ പാട്ടും കൊണ്ടുപോയി പാട്ടൊരു പ്രൊഫഷനായി. പക്ഷെ അച്ഛനില്ലെങ്കിലും കുടുംബവും അവളുടെ ലൈഫും ഒക്കെ ലൈഫ് ലോങ് പാട്ട്. മറ്റ് പെർഫോമൻസുകൾ പോലെയല്ല, പാട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നിന്ന് നിപ്പിൽ പാടാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാർ പാട്ടുകാരാണ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിന്റെ ഒരു ജീവിതമാർഗം കൂടെ ആയിട്ട് ഈ പാട്ട് മാറട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാണിക്കുന്ന അടിമുടി പൂത്തൊരുങ്ങും